ഇപ്പോൾ ഞങ്ങൾക്ക് തിളച്ചുമറിയുന്ന ഒരു തെറിവിളി വന്നു. അത് ഒരു 18 മുതൽ 20 വരെ വയസ്സുള്ള അവൾ എന്നെ തെറിവിളിച്ചുകൊണ്ട് പറയുന്നു, നീ എന്റെ അമ്മയെ നശിപ്പിച്ചുവെന്ന്. അമ്മ കഴിഞ്ഞ 50 മുതൽ 60 വരെ വർഷമായി ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ഇപ്പോൾ ചെയ്യാൻ വിസമ്മതിക്കുന്നു. ആദ്യത്തെ തെറ്റിദ്ധാരണ പത്രികാധിപത്യം പുരുഷന്മാരാണ് നടത്തുന്നത് എന്നതാണ്. രണ്ടാമത്തേത് അത് പ്രായമായ സ്ത്രീകളാണ് നടത്തുന്നത് എന്നതാണ്. എന്നാൽ ഇവിടെ ഒരു മകൾ തന്റെ അമ്മയെ പത്രികാധിപത്യത്തിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു. അവൾ എന്നെ ചീത്ത വിളിക്കുകയാണ്. ആചാര്യ, എന്റെ അമ്മ നിങ്ങളെ കേൾക്കാൻ തുടങ്ങിയതു മുതൽ പഴയ ജോലിക്കൊന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ലേ എന്ന്. 18 മുതൽ 20 വരെ വയസ്സുള്ള ഈ പെൺകുട്ടി തന്റെ ബോയ്ഫ്രണ്ടിനെ ആശ്രയിച്ച് ജീവിക്കില്ലേ? സ്വന്തം അമ്മ അച്ഛനെ ആശ്രയിച്ച് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഇവൾ നാളെ തന്റെ ഭർത്താവിനെയോ കാമുകനെയോ ആശ്രയിച്ച് ജീവിക്കില്ലേ? പറയൂ, ബേബിയായി ഇരിക്കാൻ നല്ല സുഖമാണ്. ഞാനൊരു പാപം ബേബിയാണ്. പറയുന്നത് കേൾക്കാൻ എന്തു രസമാണ്. അവൻ എന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവായി നോക്കുന്നു. അവന് എന്നോട് വലിയ പൊസസീവ്നെസ് ആണ്. പക്ഷെ നിങ്ങൾ ആരാണ്? മറ്റൊരാൾക്ക് വെക്കാൻ നിങ്ങൾ വെറുമൊരു വസ്തുവാണോ? രക്ഷിക്കാൻ മാത്രം അബലയാണോ നിങ്ങൾ? അവസാനമായി ഒരു കാര്യം കൂടി പറയാം. വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ, നിയമപരമായ സംരക്ഷണം കിട്ടിയതുകൊണ്ടോ, ഒരു ജോലി കിട്ടിയതുകൊണ്ടോ നിങ്ങൾ സ്വതന്ത്രരോ മുക്തരോ ആകുന്നില്ല. ലിബറേഷൻ, ഇമാൻസിപ്പേഷൻ എന്നത് പുറമേ നടക്കുന്ന കാര്യങ്ങളല്ല. ഉള്ളിൽ നിങ്ങളെ വർഷങ്ങളായി തളച്ചിട്ടിരിക്കുന്ന വിശ്വാസങ്ങളെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം പുറമേയുള്ള മാറ്റങ്ങളെന്നും അപൂർണമായിരിക്കും.